ഞങ്ങളിതാ അടുത്ത പാർട്ട് 2 വ്ലോഗാണ്. പാർട്ട് 2 വ്ലോഗ് തനി മലയാളി എന്നുള്ള വിഷമം. അപ്പം അത് എന്തായാലും ഇവിടെ വന്നപ്പം നമുക്ക് ഇത്രയും പൂച്ചകളെ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അഗെയിൻ അത് അപ്പം ഇതിൻ്റെ അച്ഛനാണ് സാക്കിയാണ് കാരണം ഇത്രയും പൂച്ചകളെ അമ്മയാണ് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കലുണ്ട്, പക്ഷേ എത്രയായ സലൂണാണ് കേട്ടോ, നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൊന്നാനി ഏരിയ ഇതാണ് കേട്ടോ അമ്മമ്മ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിതാ അടുത്ത പാർട്ട് 2 വ്ലോഗാണ്. പാർട്ട് 2 വ്ലോഗ് എന്ന് പറയുമ്പം നമ്മൾ വളാഞ്ചേരി പോവാണ്. വളാഞ്ചേരി എൻ്റെ വീടാണ് കേട്ടോ. അപ്പം ഇന്നലെ ഇപ്പം നിങ്ങൾ ഇവിടുത്തെ സർപ്രൈസൊക്കെ ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ, അപ്പം ഇന്ന് രണ്ടാമത്തെ സർപ്രൈസാണ്. അവർ സർപ്രൈസ് ആവുമെന്ന് ഉറപ്പാണ്, കാരണം അറിഞ്ഞിട്ടൊന്നുമില്ല, ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ സാധാരണ എനിക്ക് എന്നും ഗുഡ് മോർണിംഗ് അയക്കണ്ടേ രാവിലെ. ആ ഗുഡ് മോർണിംഗ് എനിക്ക് ഇന്നും കിട്ടി, ഞാനും ഗുഡ് മോർണിംഗ് അയച്ചു. അപ്പോൾ ഇനി ഞാൻ വിളിക്കുന്ന ടൈം ആവണേ ഉള്ളൂ നോർമലി വീട്ടിലോട്ട്. അപ്പം ഞങ്ങളെ കാണുമ്പോൾ എന്തായാലും സർപ്രൈസ് ആവും. അപ്പം ഞാനും നിങ്ങളിതാണ്. സോ ഒരുപാട് നല്ല ശേഷമാണ് ഞാനിപ്പം ഇവിടേക്കൊന്ന് കാണുന്നത്. നാട്ടിൽ നല്ല ചൂടാണല്ലേ, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കാണാം എന്താ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും വളാഞ്ചേരി അറിയുണ്ടാവുമല്ലോ അല്ലേ? തനി മലയാളി എൻ്റെ ഫേവറേറ്റ് ബ്ലോഗറാണ് കേട്ടോ. ആള് വളാഞ്ചേരി ആണ്, ആളെ വീട്. എനിക്ക് പേഴ്സണലി അറിയാൻ ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ആളാനി എൻ്റെ കൂടെ പഠിച്ചതൊക്കെയാണ്. എനിവേ, അപ്പം അതുകൊണ്ട് വളാഞ്ചേരി ഫേമസ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആളെ വ്ലോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വീടും. അപ്പം നമ്മൾ ഇന്നലത്തെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, കാരണം നമ്മൾ ഡ്രസ്സൊന്നും കൊടുന്നില്ല അവർക്ക്, കാരണം ആകെ 5 ദിവസമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വന്ന രീതിയിൽ തന്നെ അങ്ങോട്ടും പോകാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായി. അപ്പം പിന്നെ ഇതന്നെ എടുത്തു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത്രയും വിട്ട് നിന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്രയും ഗ്യാപ്പായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നത്. അപ്പം ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പം നല്ലൊരു ഫീലല്ലേ. അതുപോട്ടെ നമ്മൾ റോഡൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നുണ്ട്, പക്ഷേ ഇത്രയൊന്നും പുരോഗമനമായിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എല്ലാവരും പറയും നല്ല വ്യത്യാസമുണ്ടെന്ന്, പക്ഷേ ഞാൻ വന്ന് കണ്ടപ്പം ഇത്രയും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ട് റോഡിൻ്റെ ഹൈവേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു ചെറിയൊരു റോഡാണ്. ഇതൊക്കെ കംപ്ലീറ്റ് നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദിവൻ്റെ അടുത്ത് പറയുമായിരുന്നു, എത്ര പെട്ടെന്നാണ് ഇവർ ഫാസ്റ്റായിട്ടാണ് പണിയെല്ലാം ചെയ്തത്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങളെ വീടിൻ്റെ ആ കാണുന്ന രണ്ടാമത്തെ മതിലാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന ചേച്ചി, ഹെൽപ്പിങ്ങിന് വരുന്ന ചേച്ചി അവിടെ മുറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഞങ്ങളെ കണ്ടു. ഞാൻ നേരെ ദീപകിന് ഫോൺ കൊടുത്തു കേട്ടോ. എന്തൊക്കെയാ അത്ഭുതം തന്നെ. ഇന്നലെ അവള് പറഞ്ഞില്ലേ ഞങ്ങള് ഇവിടേക്ക് പോകാൻ ആ കോളൊരു നമ്പറല്ലേ. ഞാൻ കാറിന്ന് ഇറങ്ങുന്ന ഭാഗം, ആ ചേച്ചീനെ കാണുന്ന ഭാഗം, വീട്ടിലോട്ട് കയറുന്ന ഭാഗമൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ, കാരണം കാണാൻ പറ്റില്ല. ദീപക്ക് റെക്കോർഡ് ബട്ടൺ അമർത്താൻ മറന്നുപോയി. ഞാനത് അറിഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ആൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മുന്നേ ഫോൺ കൊടുത്തു, റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ബിഫോർ അച്ഛനെ കാണാൻ മുന്നേ ആൾ റെക്കോർഡ് ചെയ്തു, അതുകൊണ്ട് അത്രയും ഭാഗം കാണാൻ പറ്റി. അപ്പം സീരിയസ്ലി സോറി തന്നെ നിങ്ങളടുത്ത് പറയാൻ പറ്റുള്ളൂ, കാരണം ആ ഭാഗമൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്കും വിഷമമുണ്ട്, ഇത്രയും സർപ്രൈസ് ആയിട്ട് വന്നിട്ട് കിട്ടിയില്ല. എനിവേ പോട്ടെ, എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കിട്ടിയല്ലോ. എനിവേ ഓക്കെ. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മളെ നൈബറിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് സർപ്രൈസ് ആക്കാൻ പോയതാണ്, പക്ഷെ അവിടെ അത്ര ആരും ഉണ്ടായില്ല. അപ്പം എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പോന്നു. അവരെല്ലാം വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തുന്നു കേട്ടോ. ദെൻ പിന്നെന്താ, ഇതാണ് നമ്മളെ
വീട് മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി വരുന്നതായിട്ടും കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു വീട്ടിലെല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. ഈ മാവ് എന്ന് പറയുമ്പം ഓരോ കൊല്ലം കൂടും ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് പൂക്കാറ്. അപ്പോൾ നമുക്ക് ഈ കൊല്ലം കിട്ടിയാൽ അടുത്ത കൊല്ലം കിട്ടില്ല. അപ്പോൾ ഈ മാങ്ങയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യം കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമം. അപ്പം അത് എന്തായാലും ഇവിടെ വന്നപ്പം നമുക്ക് ഓക്കെ ആയി. നമ്മളവിടെ കുറച്ച് സമയം മാത്രമേ നിന്നുള്ളൂ കേട്ടോ. കാരണം ഇനി എന്തായാലും നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം കാരണം ഉച്ചയ്ക്കുള്ള ലഞ്ച് അമ്മ തിരൂർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ബിരിയാണി വേണം ഞങ്ങൾക്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അമ്മേൻ്റെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് വേഗം പോന്നു, ജസ്റ്റ് ഒന്ന് ഹറിബറി ആയിട്ട്. ഹലോ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സർപ്രൈസ് ആക്കിയതും എല്ലാവരും എന്താ സർപ്രൈസ്ഡ് ആയിട്ട്. പിന്നെ നമ്മൾ ചെന്നറിയ സമയത്ത് ദീപക്ക് റെക്കോർഡ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് എഗെയിൻ അമർത്തിയിട്ടുണ്ടാവും, അങ്ങനെ എന്തായാലും ഇരിക്കും. റെക്കോർഡ് ആയില്ല. അവിടെ ഞങ്ങളെ വീട്ടില് വരുന്ന ചേച്ചീൻ്റെ എക്സ്പ്രഷൻ അതിൽ കിട്ടിയില്ല. ഇനി പോട്ടെ. അപ്പം എല്ലാവരും സർപ്രൈസ്ഡായി. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി. ഞങ്ങളിത് ചെറുപടിയിൽ നിന്ന് വീണ്ടും തിരൂർ വരികയാണ്. നമുക്ക് ഫുഡ് അവിടെ നിന്നിട്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അവിടെ അമ്മ റെഡി വെച്ചിട്ടുണ്ടാവും ബിരിയാണി. പിന്നെ നല്ല ക്ഷീണമുണ്ട് എനിക്ക്. കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങണം. ദീപക്ക് എന്തോ പുറത്ത് പോകാണ്. ദീപക്ക് ഉറങ്ങിയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ നിന്നും ഒക്കെ ഉറങ്ങിയിട്ടുണ്ട്. ദീപക്ക് എൻജോയ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് നേരം എന്തായാലും ഒന്ന് ഉറങ്ങണം ഫുഡ് കഴിച്ചിട്ട്. അപ്പം കിട്ടുമെങ്കിൽ ബെറ്ററായി. അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് മനസ്സിലാക്കുന്നുണ്ടാവും ക്ഷീണം ഉണ്ട്. അപ്പോൾ യെസ്, പിന്നെ എന്താ അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ബിരിയാണി ഇനി അവിടെ എത്തിയിട്ട് ഞാൻ എടുക്കാം കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് ചെയ്തതും എല്ലാതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ഇനി എന്താണ് ഈ 5 ദിവസത്തെ പ്ലാനിങ്? ഇനി അധികം ദിവസങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ കുറഞ്ഞ സമയം കൂടുതൽ കാര്യം. യെസ്, എന്തായാലും ഇന്ന് എനിക്കൊന്ന് പോയി ഓർമ്മ. ഞാൻ ദുബായിൽ ഓക്കെ, നന്നായി. അപ്പോൾ നമ്മൾ തിരൂരെത്തി. തിരൂര് ദീദുവിൻ്റെ 3 പൂച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഉണ്ടായ ഇതാണ് സിംബയ്ക്ക് ഉണ്ടായ കുട്ടിയാണ് അത്. 2 ചത്തുപോയി. ഇതിൽ മുന്നേ ഒരു 3 കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അവരെ ഞങ്ങൾ കൊടുത്തു, കാരണം ഇത്രയും പൂച്ചകളെ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അഗെയിൻ അത് പ്രസവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അച്ഛനാണ് സാക്കിയാണ് നമ്മൾ ആദ്യത്തെ പൂച്ച എന്ന് പറഞ്ഞാൽ അതിൽ മുന്നേ ദീപക്കിൻ്റെ പൂച്ച ഉണ്ടായിരുന്നു സോഫി. അത് കഴിഞ്ഞിട്ടാണ് സാക്കി, സിംബ. പിന്നെ ചെറുതിന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ആളെ കൊടുക്കുമെന്നൊന്നും അറിയില്ല. മിക്കവാറും കൊടുക്കുന്നുണ്ടാവും, കാരണം ഇത്രയും പൂച്ചകളെ അമ്മയാണ് കൂടുതൽ നോക്കുക. അപ്പം അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. എനിക്കുണ്ടായിരുന്നു വളാഞ്ചിയിലൊരു പൂച്ച ജ്വല്ലെന്ന് പറഞ്ഞിട്ട്. ആളെ പെട്ടെന്ന് കാണാതെ അത് ചത്തോന്നോ അത് എവിടെയാണ്, ഞാനിപ്പോഴും അത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുക. കാരണം അതിനെ നായ പിടിച്ചു എന്നൊന്നും നമുക്കതിനെ പിന്നെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം അത് അടിപൊളി നല്ലൊരു പൂച്ചയായിരുന്നു കേട്ടോ. വിളിച്ചാലൊക്കെ വരുന്നൊരു പൂച്ച. ദുബായിൽ വരുമ്പോൾ കുറച്ച് മസാജ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അത് ദീദുവിൻ്റെ മേത്ത് പരീക്ഷിക്കണം കേട്ടോ ദീപക്ക്. അപ്പം ആളതിൻ്റെ ആ ഒരു സുഖത്തിലിരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്ര നേരത്തിലൊന്നും ദീപക്കല്ല ആൾ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം ഇപ്പോൾ എടുക്കും. എന്തായാലും കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ദീദും സുഖിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിനിടെ അമ്മ നമുക്ക് ബിരിയാണി എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. ബിരിയാണി അടിപൊളിയാണ് കേട്ടോ അമ്മേൻ്റെ. അപ്പം അത് നമ്മൾ വളാഞ്ചേരി പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ആളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ബിരിയാണി എല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷേ എത്രയായാലും നമുക്കങ്ങനെ ആ ഒരു പെർഫെക്ഷൻ കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കുമല്ലോ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റൊന്നും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പം അമ്മ ഞങ്ങൾ വന്ന് പ്രമാണിച്ച് നെയ്യപ്പം അങ്ങനെ കുറേ, ഇനിയിപ്പോൾ അമ്മേൻ്റെ ആ ഒരു എന്തൊക്കെ ഉണ്ടാക്കണം മാക്സിമം ഈ ദിവസത്തിൽ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പം ഇതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ 5 ദിവസം ഇതൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു. അതൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങിപ്പോയി. ദീപക്ക് പുറത്തൊക്കെ പോയി. ഇനി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാനൊരു എൻഡിങ് ഇടാൻ മറന്നു. എന്തായാലും നെക്സ്റ്റ് ഡേ ഞാനിങ്ങനെ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ദുബായിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ഉണ്ടായിട്ടുള്ള നഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയാണ്. ഒരുപാട് ഡാൻഡ്രഫും അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ട് മുടിയാകെ കുഴിയലും അങ്ങനെ ആയി. കാരണം അവിടുത്തെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ഒന്ന് സ്പായാണ് കേട്ടോ. അപ്പോൾ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവൂരിലുള്ള റെഡ് റോസ് എന്നുള്ള സലൂണിലാണ് പോയത്. അടിപൊളി സലൂണാണ് കേട്ടോ. നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പാ വിത്ത് ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ഒരു മസാജ് ചെയ്ത് തന്നു. ആദ്യം അതൊക്കെ സ്ക്രബ് ചെയ്ത് കളഞ്ഞ് ഷാമ്പൂ കണ്ടീഷണറെല്ലാം ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവരെ കുറച്ച് മെഡിസിൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായി മസാജ് ചെയ്ത് തന്നു. പിന്നെ വീണ്ടും വാഷ് ചെയ്തിട്ട് ഹെയർ ഇതുപോലെ ഡ്രൈ ചെയ്തിട്ട് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലൊരു സാധനം വെച്ച് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. എന്തായാലും നല്ല സംഭവമായിരുന്നു. ഞാൻ എന്നിട്ട് പിന്നെ ആഫ്റ്റർ കെയറിന് വേണ്ടിയിട്ട് ഷാമ്പൂ, സെറം, കണ്ടീഷണറും മേടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ദുബായിൽ എഗെയിൻ നമ്മൾ ക്ലോറിൻ വെള്ളത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടി മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് തിരൂരിൽ ഞാൻ 2-3 പാർലറുകൾ പോയിട്ടുണ്ട്. അതിൽ റെഡ് റോസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാർലറാണ് കേട്ടോ. എന്തായാലും അവിടുത്തെ എല്ലാവരും നല്ല ഒരു ട്രീറ്റായിരുന്നു ചെയ്തത്. നമ്മളെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റി. അതിനുശേഷം ക്ഷീണം മാറ്റാനായിട്ട് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചു. പിന്നെ നമ്മൾ ഈവനിങ് അമ്മേൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അമ്മയുടെ വീട് പൊന്നാനി കാഞ്ഞിരമുക്കാണ് കേട്ടോ, ദേവികൻ്റെ അമ്മേൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് അമ്മമ്മയൊക്കെ ഉള്ളത്. അപ്പം അവിടെ എന്താ പറയുക, നല്ല അടിപൊളി നാച്ചുറൽ സ്ഥലം കേട്ടോ. ഒരു പുഴയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം പൊന്നാനി ഏരിയ. ഇതാണ് കേട്ടോ അമ്മമ്മ. അപ്പോൾ അമ്മമ്മ നമ്മൾ വന്നത്, അമ്മമ്മേനെ നമ്മൾ സർപ്രൈസ് ഒന്നും ആക്കിയില്ല. അമ്മമ്മ നമ്മൾ വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ അവിടെ പാടത്തും അവിടേക്കും നമ്മൾ ഇറങ്ങാറുണ്ട്. അപ്പം ഈവനിങ് കുറച്ചും കൂടി വെയിലൊക്കെ ആറി നമ്മൾ അങ്ങോട്ട് ഇറങ്ങണേ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. വളാഞ്ചേരിയിലാണെങ്കിലും ആയാലും നമ്മൾ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് പാടത്ത് പോയിട്ടിരിക്കാറുണ്ട്. അവിടുത്തെ ആ അമ്പലത്തിലെ പാട്ടും കുറച്ച് ആടുകൾ, മയിലുകൾ, ആ ഒരു സംഭവം, ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പം മിക്ക ദിവസങ്ങളും നമ്മൾ പോവാറുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ആ ഒരു മുറ്റത്തേലും ഞാൻ ഇറങ്ങി നടക്കലുണ്ട്. ആ ഒരു നേരത്തെ ഞാൻ അകത്തിരിക്കലേ ഇല്ല. അപ്പം ദുബായിൽ നമുക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു കാര്യം അതാണല്ലേ. അപ്പം ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക 5 ദിവസത്തിനുള്ളിൽ എന്നുള്ളത് ആണ് നമ്മുടെ ഒരു ലക്ഷ്യം. അങ്ങനെ നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി തിരിച്ച് പോരാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ കസിൻസും ഉണ്ടായത് നമ്മളെ കൂടെ, അക്കു, പൊന്നു, അവരാണ് കേട്ടോ ഇവർ. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പം അമ്മമ്മ സെൻറ്റിമെൻ്റൽ ഇമോഷണലാണ് നമ്മൾ പോരുകയാണെന്ന് അറിഞ്ഞപ്പം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ. അടുത്ത വീഡിയോയ്ക്കും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.